പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഈ അത്ഭുത ഭദ്രാസന ദേവാലയം 1498 കോവിൽഹാം പോർച്ചുഗീസ് നാവികനായ വാസ്കോഡി ഗാമയോടൊപ്പം വന്ന് കൃത്യം 1 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇവിടെ കർത്താവിന് വേണ്ടി കൊല്ലപ്പെട്ട സ്ഥലത്താണ് ഈ ഒരു ദേവാലയം പണിതപ്പെട്ടിരിക്കുന്നത്. മക്കളെ, പ്രിയപ്പെട്ട മക്കളെ, ഈ ദേവാലയത്തിനോട് ചേർന്നുള്ള അത്ഭുത കുരിശാണ് മാവൂർ റോട്ടിലുള്ള വളരുന്ന കൽക്കുരിശെന്ന് കോഴിക്കോടത്തെ നാനാജാതി മതസ്ഥർ വിളിക്കുന്ന അത്ഭുത കുരിശടി. ഈ ഭദ്രാസന ദേവാലയത്തിൽ വിശുദ്ധരായ അഭിവന്യ ഇറ്റാലിയൻ മിഷണറിമാർ ബലി അർപ്പിച്ചിട്ടുള്ള അൾത്താരയിൽ നിന്നുകൊണ്ടാണ് ദിവ്യകാരുണ്യ ഈശോനെ എഴുന്നള്ളിച്ച് വെച്ച് ഈ ശുശ്രൂഷ ചെയ്യുന്നത്. പോൾ പെരേനി പിതാവും ലയോൺ പ്രോസ്പെറിയോ പിതാവും ആൽദോ മരിയ പത്രോണി പിതാവും മാക്സ്വൽ പിതാവുമൊക്കെ ബലി അർപ്പിച്ചിട്ടുള്ള അത്ഭുത അൾത്താര. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെ ബാധിച്ച എല്ലാ ബാധകളും വിട്ടുമാറട്ടെ. നമ്മുടെ ഭവനങ്ങളെ ബാധിച്ച എല്ലാ പാപത്തിൻ്റെ കറകള്, വ്യഭിചാരത്തിൻ്റെ കറകള്, ദുർമോഹത്തിൻ്റെ കറകള്, ഇതിലൂടെ കടന്നു വന്ന മരണത്തിൻ്റെ കറകള്, ഇതിലൂടെ കടന്നു വന്ന മാരക രോഗങ്ങളുടെ കറകള്, ഇതിലൂടെ കടന്നു വന്ന കലഹത്തിൻ്റെ കറകള്, അതിലൂടെ കടന്നു വന്ന കടങ്ങളുടെ കറകള്, ജോലി തടസ്സങ്ങളുടെ കറകള്, കലഹത്തിൻ്റെ കറകള്, കുടുംബ തകർച്ചകള്, യേശുക്രിസ്തുവിൻ്റെ ദിവ്യകാരുണ്യത്തിൻ്റെ അത്ഭുത ശക്തിയാൽ ഇന്ന് നിങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ. പ്രിയപ്പെട്ടവരെ, ഇത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മക്കളെ, നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ഇന്ന് അനുഗ്രഹിക്കപ്പെടുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഇന്നെടുക്കുന്ന തീരുമാനങ്ങൾ കർത്താവ് ആശീർവദിക്കട്ടെ. ഭവനമില്ലാത്തവർ ഇന്ന് അനുഗ്രഹിക്കപ്പെടട്ടെ. പറമ്പില്ലാത്തവർക്ക് ദൈവം ഇന്ന് അനുഗ്രഹം കൊടുക്കട്ടെ. കടങ്ങളിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളുടെ തടസ്സങ്ങൾ മാറട്ടെ. നിരന്തരമായ മദ്യപാനവും നിരന്തരമായ ലഹരി കച്ചവടങ്ങൾ നടത്തുന്നവർ, പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് നമ്മുടെ ചുറ്റുപാടുകളിലും തെരുവേദികളിലും അങ്ങനെ മാരകമായ ലഹരി മരുന്നുകൾ കച്ചവടം ചെയ്ത് നമ്മുടെ നാടിനെ തകർക്കുന്ന എല്ലാ ദുഷ്ടശക്തികൾക്കും കർത്താവ് വിടുതൽ കൊടുക്കണം. അവരതിற்கு മാനസാന്തരം, കഞ്ചാവും ബ്രൗൺ ഷുഗറും അതുപോലെ ലഹരി വസ്തുക്കൾ നമ്മുടെ പല കുടുംബങ്ങളിലേക്ക്, നമ്മുടെ പല യുവതി യുവാക്കന്മാരിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുക. കുടുംബങ്ങൾ അതിലൂടെ തകർന്നുകൊണ്ടിരിക്കുക. അപ്പനെ കൊല്ലുന്നു, അമ്മയെ കൊല്ലുന്നു, അപ്പനെ അടിക്കുന്നു, അമ്മയെ അടിക്കുന്നു, ജീവിത പങ്കാളിയെ കൊല്ലുന്നു, കുടുംബം തകരുന്നു. കുഞ്ഞുങ്ങൾ അന്യാധീനപ്പെട്ടു പോകുന്നു. ചെറിയ കുഞ്ഞുങ്ങൾ പോലും അതിനടിമപ്പെട്ട് പല വിധത്തിലുള്ള പാപബന്ധനങ്ങളിൽ ചെന്നപ്പെടുന്നു. വിവാഹത്തിന് മുൻപുള്ള ലൈംഗിക ബന്ധങ്ങളിൽ ചെന്നപ്പെട്ട് അവരുടെ പരിശുദ്ധി നഷ്ടപ്പെടുത്തുന്നു. ഇതിലൂടെ എന്നേക്കുമായി അവരുടെ ജീവിതത്തിലെ പാപത്തിൻ്റെ കറ സാത്താൻ അവരുടെ ജീവിതത്തിലേക്ക് ആവസിക്കുന്നു. അതിന് ഇന്നൊരു വിടുതൽ കിട്ടട്ടെ. ഇന്ന് തിരുനാൾ ആഘോഷിക്കുമ്പോൾ അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ. ഇന്ന് നമുക്ക് ലഭിച്ച വചനം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 30 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങളാ. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു, പ്രസാദവരം കണ്ടെത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, മറിയത്തിൻ്റെ പ്രത്യേകതയാണ് ആ ദൈവകൃപ അവൾ ഒരിക്കലും നഷ്ടപ്പെടുത്തിയില്ല. മാമോദീസയിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ നമുക്കും ആ ദൈവകൃപ കിട്ടുക. പക്ഷേ നമ്മുടെ പാപങ്ങൾ കൊണ്ട് നമ്മൾ അതിനെ നഷ്ടപ്പെടുത്തുന്നു. ആ മാലാഖ വീണ്ടും മറിയത്തിനോട് പറഞ്ഞു, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. യേശു
യഹോവ രക്ഷിക്കുന്നു. സാത്താന്റെ തല കുരിശുമരം കൊണ്ട് തല്ലി തകർക്കാൻ യേശു ഈ ലോകത്തിലേക്ക് ആഗതനായത് പരിശുദ്ധ അമ്മയുടെ ഗർഭപാത്രത്തിലൂടെയാണ്. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനത്തിന്റെ ശക്തിയാൽ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്ക് ഡെലിവറൻസ് കിട്ടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇന്ന് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്താലും പരിശുദ്ധ മറിയത്തിൻ്റെയും മുഖ്യദൂതനായ മിഖായേലിൻ്റെയും ഗബ്രിയേലിൻ്റെയും റഫേലിൻ്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും വന്ദകരുടെയും രക്തസാക്ഷികളുടെയും മധ്യസ്ഥയിൽ ആശ്രയിച്ചുകൊണ്ട് എനിക്ക് കർത്താവ് ദാനമായി നൽകിയ എൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരത്താലും ലിയോ 14 പാപ്പ എൻ്റെ തലയിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു എനിക്ക് നൽകിയ അധികാരത്തിൻ്റെ ശക്തിയാലും എൻ്റെ മെത്രാൻ എനിക്ക് നൽകിയ അധികാരത്തിൽ ആശ്രയിച്ചുകൊണ്ട് എല്ലാ അന്ധകാര ശക്തികളോടും എല്ലാ തിന്മയുടെ ശക്തികളോടും അന്ധകാര ശക്തികളോടും ഞാൻ ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്നു. പൈശാചിക ശക്തികളെ, നാരക ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ, മന്ത്രവാദങ്ങളെ, കൂടോത്രങ്ങളെ, സർപ്പങ്ങളെ, അശുദ്ധാത്മാക്കളെ, ശാപങ്ങളെ, കൈവശ ശക്തികളെ ഈ മക്കളുടെ ഭവനത്തിനോ സ്ഥാപനത്തിനോ സ്ഥലത്തിനോ ഏതെങ്കിലും വിധത്തിൽ അസ്വസ്ഥതകളോ തടസ്സപ്പെടുത്തലുകളോ തകർച്ചകളോ ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ, സ്വാധീനങ്ങളെ കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങളെ ഞാൻ ശാസിക്കുന്നു, നിങ്ങളെ ഞാൻ ബന്ധിക്കുന്നു, നിങ്ങളെ ഞാൻ നിർവീര്യമാക്കുന്നു. ഈ ഭവനത്തിൽ നിന്ന് നിങ്ങളെ ഉച്ചാടനം ചെയ്യുന്നു. ഇവരുടെ കുടുംബം ഇവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങളെ ഉച്ചാടനം ചെയ്യുന്നു. കർത്താവായ യേശുവിൻ്റെ കുരിശിലേക്ക് സാത്താനെ നിന്റെ സകല ശക്തികളെ ഞാൻ ആട്ടിപ്പായിക്കുന്നു. ദിവ്യകാരുണ്യ ശക്തിയാൽ ഞാൻ കൽപ്പിക്കുന്നു, ഈ മക്കളെ വിട്ടുപോ. കർത്താവായ യേശുവിൻ്റെ തിരുരക്തം ഈ ഭവനത്തിനും ഈ സ്ഥാപനത്തിനും ഈ സ്ഥലത്തും സംരക്ഷണമാകട്ടെ. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത്, നിങ്ങളുടെ കൃഷിയിടങ്ങൾ, നിങ്ങളുടെ ബിസിനസ് മേഖലകൾ, നിങ്ങളുടെ സ്ഥാപനങ്ങൾ, നിങ്ങളുടെ ബന്ധുമിത്രാദികളുമായിട്ടുള്ള പ്രശ്നങ്ങളുടെ മേൽ കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്താൽ അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ. സ്തുതിച്ച മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന യേശു ഇവിടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഭവനങ്ങളെയും ശുദ്ധീകരിക്കുകയും നവീകരിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ. ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, അടുത്ത ചൊവ്വാഴ്ച 21-ാം തീയതി ഇവിടുത്തെ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ഫാദർ വില്യം രാജന. കോഴിക്കോട് അതിപ്രശസ്തനായ ധ്യാനഗുരുവാണ്. വളരെ വലിയ വചനപ്രഘോഷകനാണ്, നല്ല പാട്ടുകാരനാണ്. 21-ാം തീയതി നടക്കുന്ന വൈകുന്നേരം 5 മണിക്ക് ജപമാല, 5:30 മണിക്ക് കുർബാന, തുടർന്ന് 6 മണി മുതൽ 8 മണി വരെയുള്ള വചനപ്രഘോഷണം, 8 മണിക്ക് വിശുദ്ധ അന്തോനീസിന്റെ തിരുശേഷിപ്പ് വണക്കം, നൊവേന, ആശീർവാദം. നേർച്ചക്കഞ്ഞ് നിങ്ങളെ തിരികെ നിങ്ങളുടെ റെയിൽവേ സ്റ്റേഷനിൽ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി വിടുന്നതാണ്. എല്ലാവരും സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു.